വെൽക്കം ടു ലേൺ പ്രോഗ്രാമിംഗ് ഇൻ മലയാളം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പഠിക്കാൻ പോണത് C#-ലെ ഈനം എന്ന് പറയുന്ന ഒരു ടൈപ്പിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആദ്യം കുറച്ച് അതിൻ്റെ കൺസെപ്റ്റ് കാര്യങ്ങൾ നോക്കിയതിന് ശേഷം നമ്മൾ കോഡിങ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ ഇവിടെ ഫസ്റ്റ് നമ്മൾ കൊടുത്തിരിക്കുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് ഈനം ഈസ് ഷോർട്ട് ഫോർ enumerations. അതായത് നമുക്കൊരു ലിസ്റ്റ് ഓഫ് വാല്യൂസ് അത് മാത്രം യൂസ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷനിലൊക്കെയാണ് നമ്മൾ enums യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ വെബിൽ ഇതായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു സെലക്ട് ബോക്സ് വെബിൽ ഒരു വെബ്സൈറ്റിലൊക്കെ വരുന്ന സെലക്ട് ബോക്സുമായിട്ട് നമുക്കിതിനെ കമ്പയർ ചെയ്യാം. അതായത് ഒരു സെലക്ട് ബോക്സിലൊരു സ്പെസിഫിക് സെറ്റ് ഓഫ് വാല്യൂസ് മാത്രമേ നമുക്ക് ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷനിൽ അതായിട്ട് മാപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് കാര്യങ്ങൾ ചെയ്യാനൊക്കെ നമുക്ക് ഈനമായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് അല്ലെങ്കിൽ നമ്പർ ഓഫ് വാല്യൂസ് മാത്രമേ അലൗഡ് ആയിരിക്കുള്ളൂ. അത് നമ്മൾ ഇനീഷ്യലി ഡിഫൈൻ ചെയ്ത് വയ്ക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു സിൻടാക്സ് ബേസിക് എക്സാമ്പിളാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന കോഡ് എന്ന് പറയുന്നത് ഈനം എന്ന് പറയുന്നത് ഒരു കീവേഡാണ്. അതായത് ആ ഒരു കീവേഡ് C#-ലെ റിസർവ്ഡ് കീവേഡാണ്. അപ്പോൾ ആ കീവേഡ് വെച്ചിട്ടാണ് അത് ഈനം ടൈപ്പാണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് കൊടുത്തിരിക്കുന്ന ഈനമിൻ്റെ പേരാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലൊക്കെ കൊടുത്തതുപോലെ ക്യാപിറ്റൽ ലെറ്ററിൽ ആ ഒരു പേര് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് കേർലി ബ്രാക്കറ്റിൻ്റെ അകത്ത് ഈനമിലെ ഓരോ വാല്യൂസും കൊടുക്കുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സിൻടാക്സ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ നമുക്ക് ബൈ ഡിഫോൾട്ടായിട്ട് ടൈപ്പ് കൊടുക്കേണ്ട കാര്യമില്ല. ബൈ ഡിഫോൾട്ടായിട്ട് എടുക്കുന്ന ടൈപ്പ് എന്ന് പറയുന്നത് ഇൻറ്റീജർ അല്ലെങ്കിൽ ഇൻ്റഗ്രൽ ടൈപ്പ് ആയിരിക്കും. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ കോളൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഒരു ടൈപ്പ് കൂടി പറഞ്ഞു കൊടുക്കാം. പക്ഷേ ബൈ ഡിഫോൾട്ട് അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഡാറ്റ ടൈപ്പ് ഇൻറ്റീജറായിട്ടുള്ള മറ്റു ഡാറ്റ ടൈപ്പിലേക്ക്, അതായത് ഷോർട്ട്, ലോങ് അങ്ങനെയുള്ള ഡാറ്റ ടൈപ്പിലേക്ക് മാറ്റണമെങ്കിൽ മാത്രമേ ഇവിടെ ഒരു ഇൻ്റഗ്രൽ ടൈപ്പ് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ അറയിലൊക്കെ പഠിച്ചതുപോലെ ഇൻഡെക്സ് പോലെയാണ് ഇതിൻ്റെ വാല്യൂസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ റെഡ് എന്ന് പറയുന്നതിൻ്റെ വാല്യൂ ആയിട്ട് നമ്മൾ കോഡിൽ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വരാൻ പോകുന്നത് 0 ആയിരിക്കും. അപ്പോൾ അത് അടുത്ത വാല്യൂ 1, അടുത്ത വാല്യൂ 2 ആ ഒരു ഓർഡറിലായിരിക്കും ബൈ ഡിഫോൾട്ട് വരുന്നത്. പക്ഷേ നമുക്കതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്കിത് കോഡിൽ എക്സിക്യൂട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ഇത് കോഡിൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ മുതൽ ഇങ്ങനെ കുറച്ച് നോട്ട്സ് കൂടി പ്രിപ്പയർ ചെയ്തിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ കണ്ടൻറ് സെക്ഷനിൽ ഈ നോട്ട്സ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് റെഫർ ചെയ്യണമെങ്കിൽ ഈ നോട്ട്സും കൂടി ഇനി മുതൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഈനം നമ്മുടെ കോഡിലേക്ക് ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള കൺസോൾ ആപ്ലിക്കേഷനാണ്. അപ്പോൾ അതിൽ ഈ ഒരു കാര്യം ഞാൻ ആഡ് ചെയ്യണം. അപ്പോൾ റെഡ്, ഗ്രീൻ, ബ്ലൂ, അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള വാല്യൂസാണ്. അപ്പോൾ ഇതിൽ നമുക്ക് കളർ എന്ന് പറയുന്ന ഈനമിൽ നമുക്ക് ഇതിലും കൂടുതൽ വാല്യൂസ് ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഈനമായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈനം ഇനി വേറൊരു വാല്യൂ കൊടുക്കാനത് അലോ ചെയ്യില്ല. അപ്പോൾ ഈ ഒരു 3 വാല്യൂസ് മാത്രമേ നമുക്ക് ഈ ഈനം കളറിൽ ഉണ്ടായിരിക്കുകയുള്ളൂ. ഇനി നമുക്ക് പ്രിൻ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മളിവിടെ പ്രിൻ്റ് ചെയ്യാനായിട്ട് നോക്കണം. പ്രിൻ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കളർ എന്ന് പറയുന്ന പേര് യൂസ് ചെയ്തിട്ട് കളർ ഡോട്ട് ആ ഒരു വാല്യൂ, ഇപ്പോൾ റെഡ് എന്ന് പറയുന്ന വാല്യൂ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ പ്രിൻ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും റെഡ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് റെഡ് എന്ന് പറഞ്ഞ വാല്യൂ വന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഇൻറ്റീജർ വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഒരു ടൈപ്പ് കാസ്റ്റിംഗ് ചെയ്യാവുന്നതാണ്. ഇൻറ്റീജറിലേക്ക് ടൈപ്പ് കാസ്റ്റിംഗ് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ റെഡ് എന്ന് പറയുന്നതിൻ്റെ ഇൻറ്റീജർ വാല്യൂ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻറ്റീജർ വാല്യൂ ബൈ ഡിഫോൾട്ട് ഈനംസിൽ 0 വെച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ നമുക്കത് ചേഞ്ച് ചെയ്യാനായിട്ട് പോസിബിളാണ്. ഞാൻ സപ്പോസ് ഇവിടെ റെഡ് =100 എന്നാണ് കൊടുക്കുന്നതെങ്കിൽ വാല്യൂ മാറുന്നത് നോക്കാം. നമുക്കിത് ഒന്നും കൂടി എക്സിക്യൂട്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ 100 എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ റെഡ് മാറ്റി ബ്ലൂ എന്ന് പറയുന്ന വാല്യൂ ആണ് ഇനി പ്രിൻറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം.
ഇവിടെ നമുക്ക് വാല്യൂ 102 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇനീഷ്യൽ വാല്യൂ മാറുന്നതിനനുസരിച്ച് ബാക്കി വാല്യൂസും മാറുന്നതായിരിക്കും. അപ്പോൾ അത് ഈ ഒരു റെഡിൽ മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഗ്രീനിൽ വേണമെങ്കിൽ അങ്ങനത്തെ ഒരു വാല്യൂ കൊടുക്കാം. ഏതൊരു വാല്യൂ കൊടുത്താലും അതിൻ്റെ നെക്സ്റ്റ് ഐറ്റം തൊട്ടായിരിക്കും ഈ ഒരു ചേഞ്ച് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിളിലാണെങ്കിൽ ഗ്രീൻ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ നമ്മൾ 89 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് വരുന്ന വാല്യൂ എന്ന് പറയുന്നത് ബ്ലൂ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ബ്ലൂ 90 ആയിരിക്കുന്നത്. പക്ഷേ നമ്മളിവിടെ റെഡാണ് പ്രിൻറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്താണ് വരുന്നത് നോക്കാം. അപ്പോൾ ഇതിൽ റെഡ് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിൽ നമുക്ക് 0 ആണ് വരുന്നത്. കാരണം ഈ ഒരു രണ്ടാമത്തെ വാല്യൂ മുതലാണ് നമ്മൾ ഒരു ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇതിലുള്ള മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു വാല്യൂ വേണമെങ്കിൽ മറ്റൊരു വാല്യൂ ആയിട്ട് അസൈൻ ചെയ്യാം. അതായത് മെയിൻ കളർ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഒരു പുതിയൊരു ഈനം വാല്യൂ കൂടി ആഡ് ചെയ്യണം. പക്ഷെ അതിൻ്റെ വാല്യൂ ഈക്വൽ ടു ഞാനിവിടെ റെഡ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു രീതിയിലും നമുക്ക് അസൈനിങ് ഈനമിൻ്റെ അകത്ത് പോസിബിളാണ്. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ മെയിൻ കളർ പ്രിൻറ്റ് ചെയ്യുമ്പോൾ വരുന്ന വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാരണം ഇവിടെ റെഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഇത് ജനറലി നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് യൂസ് കേസസ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഡേയ്സ് ഓഫ് വീക്ക്, അപ്പോൾ അത് ഒരു ഫിക്സഡ് ആണ്. നമുക്കറിയാം സൺഡേ മൺഡേ അങ്ങനെ പോകുന്ന ഒരു ഓർഡർ എന്ന് പറയുന്നത് നമുക്ക് 7 ദിവസങ്ങൾ അങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷനിലൊക്കെയാണ് ഒരു ഈനംസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു സെലക്ട് ബോക്സിൽ കൊടുക്കുന്ന ജെൻഡർ, അതായത് ജെൻഡറിൽ എന്തൊക്കെയാണ് വാല്യൂസ് വരുന്നത്, മെയില് ഫീമെയിൽ അതർ എന്ന് പറയുന്ന ജെൻഡേഴ്സ് ആയിരിക്കും നമുക്ക് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഫിക്സ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്ന ഡാറ്റ വരുന്നൊരു സിറ്റുവേഷനിലാണ് നമ്മൾ ഈനം യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലൊരു എക്സ്ട്രാ ഡാറ്റ, അതായത് ഇതൊരു റീഡ് ഓൺലി ആണ്. കാരണം ഇതിലേക്ക് ഫസ്റ്റ് നമ്മളൊരു കാര്യം ഇനിഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെ റീഡ് ഓൺലി ആയിട്ടുള്ള വാല്യൂസ് വരുന്ന സിറ്റുവേഷനിലാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് മനസ്സിലാക്കേണ്ട കാര്യം, ഡാറ്റ ടൈപ്പ് നമുക്ക് ഇൻറ്റീജർ ടൈപ്പ് മാത്രമേ ഇവിടെ കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ ഇൻറ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് ലോങ് അങ്ങനെ ഉള്ള ഇൻ്റഗ്രൽ ഡാറ്റ ടൈപ്സ് മാത്രമേ ഈനമിൽ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതൊക്കെ ഒരു പ്രാക്ടിക്കൽ യൂസേജ് വരുന്ന ഒരു യൂസ് കേസസ് ആണ്. നമ്മൾ എവിടെയൊക്കെ അല്ലെങ്കിൽ എപ്പോൾ ഈ ഒരു ഡാറ്റ സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യണം എന്നുള്ള കാര്യം നമ്മളിപ്പോൾ എന്തൊരു ടോപ്പിക് അല്ലെങ്കിൽ എന്തൊരു കാര്യം പഠിച്ചാലും അതിൻ്റെ പ്രാക്ടിക്കലി അത് എവിടെ അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യം കൂടി അറിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ഒരു ആക്ച്വൽ യൂസ് നമുക്ക് വരുന്നുള്ളൂ. പഠിച്ചതുകൊണ്ടുള്ള എന്തെങ്കിലും ഒരു പ്രയോജനം നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ അതാണ് ഈ ഒരു ഈനത്തിൻ്റെ ഒരു പ്രാക്ടിക്കൽ യൂസേജാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒരു കോമൺ സെനാരിയോ. നമുക്കിങ്ങനെ വരുന്ന ഏതൊരു സിറ്റുവേഷനിലും ഈനമായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു നോട്ട്സ് ഷോർട്ട് നോട്ട്സ് ആണ്. അപ്പോൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് ഉള്ള കാര്യങ്ങളല്ല. പക്ഷേ നിങ്ങൾക്കൊരു പെട്ടെന്ന് റെഫർ ചെയ്യാനായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന കുറച്ച് ടെക്സ്റ്റാണിത്. അപ്പോൾ അത് ഈ കണ്ടൻറ് സെക്ഷനിൽ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും അത് റെഫർ ചെയ്തിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് കോഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.